നന്ദിനി ഉപയോഗിച്ച ആ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാ പിന്നെ നന്ദിനിക്ക് രക്ഷയില്ല. എന്റെ തപസ് ഇല്ലാതാക്കിയ ആ നശിച്ച കുഞ്ഞിനെ എങ്ങനെയും കണ്ടെത്തിയാലേ, അവളെ ഇല്ലാതാക്കിയാലേ എന്റെ കലി അടങ്ങൂ. ജാനകിയുടെ ആത്മാവിനെ ഇവളെ ബന്ധിച്ചപ്പോ ദേവസേനയോടുള്ള ദേഷ്യം തീരുമെന്നാണ് കരുതിയത്. പക്ഷെ ഇവള് വിടുന്ന ലക്ഷണമില്ല. അയ്യോ ദേവസേന, ഇവള് മാധവിയുടെ കണ്ണിൽപ്പെട്ടാൽ ആപത്താണല്ലോ. ദേവസേനെ, അച്ചാച്ചനിത് ആരോടാ സംസാരിക്കുന്നേ? അയ്യോ മോളെ. ചേച്ചി, എന്തിനാ അത്ര ശക്തിയിൽ പിടിച്ച് വലിച്ചേ? കൈ വേണിക്കണോ വീട്? ഇത്ര താമസിച്ച് എഴുന്നേറ്റതും പോരാ, കുളിക്കാതെ നേരിങ്ങി പോന്നൂല്ലേ. നല്ല കുട്ടികൾ എങ്ങനെയാണോ? പോയി കുളിച്ചിട്ട് വന്നേ പോ. എനിക്കിപ്പൊ കുളിക്കണ്ട. ഇപ്പൊ എന്താ ചെയ്യാ? നിക്കുമോളെ. മാധവി, അന്ന് നിന്നെ കാണാൻ വന്നപ്പോ ഞങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടിയില്ലായിരുന്നു? അന്ന് അവളെ നിനക്ക് പരിചയപ്പെടണ്ടെന്ന് നീ പറഞ്ഞു. ഇന്ന് നീ അത് അറിഞ്ഞിരിക്കണം. ഇവള് അതിന്റെ ആവശ്യമില്ല. ഞാൻ പരിചയപ്പെടാൻ മാത്രം ഇവൾക്ക് അതിന് എന്ത് യോഗ്യതയാണുള്ളത്? ഇവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം അറിയാമെന്ന ഭാവം ഉണ്ടെങ്കിലും ഇവൾക്ക് ഞാൻ ആരാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രതികാര പട്ടികയിൽ ഇവളുടെ പേരും കൂടി ചേർക്കണം. എവിടേക്കായിരിക്കും ഇവര് പോകുന്നത്? ഈ പുറ്റിനുള്ളിലാണ് 20 വർഷമായി നന്ദിനിയെ സ്വാമിയുടെ മന്ത്രശക്തികളാൽ ബന്ധിച്ചു വെച്ചിരുന്നത്. എന്നാൽ ആ നന്ദിനി തന്നെ സ്വാമിയെ ഇപ്പൊ കൊന്നിരിക്കുക. സ്വാമിയെ അവസാനിപ്പിച്ച സ്ഥിതിക്ക് നന്ദിനിയുടെ അടുത്ത ലക്ഷ്യം ആരാണെന്ന് ഒരു പിടിയുമില്ലല്ലോ മാധവി. നന്ദിനി ഇപ്പോ വെറുതെ ചുറ്റിത്തിരിയുകയല്ല. ആ കാട്ടമ്മയുടെ സന്നിധിയിലേക്ക് എത്തേണ്ട കാലചക്രങ്ങളിൽ ഒരു കാലചക്രത്തെ നന്ദിനി തിരികെ എത്തിച്ചിരിക്കുന്നു. അതെങ്കിലും നീ മനസ്സിലാക്കിയല്ലോ. കാലചക്രം തിരികെ എത്തിച്ചെന്നോ? എപ്പോ? എങ്ങനെ സംഭവിച്ചത്? എന്റെ ഏട്ടൻ നന്ദിനിയെ കണ്ട ഉടൻ നന്ദിനി ഏത് രൂപത്തിലാണെന്നുള്ള വിവരത്തെപ്പറ്റി നിങ്ങൾക്കൊരു കത്തയച്ചിരുന്നില്ലേ? ആ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? അതെവിടെ? അങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല മാധവി. വന്നു കാണുമല്ലോ. ഏട്ടൻ എന്നോട് പറഞ്ഞതാണ്. വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയാതിരിക്കുവോ? സ്വാമി എനിക്ക് അങ്ങനെ ഒരു കത്തും എഴുതിയിട്ടില്ല. അപ്പോ ആ കത്ത് ഉടനെ വരും. ഒരിക്കലും വരില്ല മാധവി. അത് ഞാനല്ലേ നശിപ്പിച്ചത്. ആ കത്തിനകത്താണ്
നന്ദിനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ത്രീ രൂപത്തെ പറ്റി ഏട്ടൻ വിശദീകരിച്ചിരിക്കുന്നത്. ആ കത്ത് ലഭിച്ചാലുടനെ എന്നെ അറിയിക്കണം. ശരി മാധവി. ഒരു കാലചക്രം കൈക്കലാക്കിയ നന്ദിനി ഇനി വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. മറ്റു 2 കാലചക്രങ്ങൾക്കായുള്ള അന്വേഷണത്തിലാണവൾ. നന്ദിനിയുടെ അടുത്ത ഇര നിങ്ങൾ 2 പേരിൽ ആരും ഒരാൾ തന്നെയാണ്. ഇവളുടെ കണക്ക് കൂട്ടൽ ശരിയാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. ഞാൻ പോവുകയാണ്. മാധവി, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും കൂടി നീ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്കിവിടെ തങ്ങിക്കൂടെ മാധവി? നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ആശ്വാസമായിരിക്കും. മനസ്സ് മുഴുവൻ ഇപ്പോ ആ കുഞ്ഞു മാത്രമാണ്. ആ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരേക്കും എന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുത്. ആ കുഞ്ഞിനെ അവസാനിപ്പിച്ചതും ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതാണ്. ആരായിരുന്നു അളിയത്? അവരെന്തെങ്കിലും ഒരു ബഹുമാനമില്ലാതെ. ധർമ്മജ, ആരത്? അവര് നമ്മുടെ സ്വാമിയുടെ അനുജത്തിയ. കുറെ വർഷമായിട്ട് തപസ് ചെയ്യായിരുന്നു. ഇപ്പൊ അത് അവസാനിപ്പിച്ചു. ആ വന്നവരെ കണ്ടിട്ട് തപസ് കഴിഞ്ഞ് വന്നവരെ പോലൊന്നും ഇല്ലല്ലോ. അവരുടെ മുഖം കണ്ടിട്ട് എനിക്കെന്തൊരു കള്ളലക്ഷണം തോന്നി. അതല്ലളിയ, അവരെ കണ്ടിട്ട് തപസ് കഴിഞ്ഞു പോലൊന്നും തോന്നിയില്ല, അതാ പറഞ്ഞേ. അല്ലളിയ, നിങ്ങൾ പുറത്തുനിന്ന് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളിയ? നമ്മുടെ സ്വാമി മരിച്ചുപോയി ധർമ്മ. എന്താ പറഞ്ഞേ? സ്വാമി മരിച്ചുപോയെന്നോ? എന്തൊക്കെയാ ഈ പറയുന്നേ? എന്താ ഏട്ടാ ഇത്? അദ്ദേഹത്തെ പോലെ നമ്മളോട് അടുപ്പമുണ്ടായിരുന്ന ഒരാള് മരിച്ചിട്ട് ഏട്ടൻ എന്താ ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നേ? ഞാനിപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ആരും ഇനി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. സ്വാമിക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയുക? എന്തായിരിക്കും സംഭവിച്ചത്? ആർക്കറിയാം എന്താ പറ്റിയെന്ന്. ഒരു കണക്കിന് നന്നായി. ആ സ്വാമിയെ നീ കൊന്നു കളഞ്ഞല്ലേടി. ആരോ ചെയ്ത പുണ്യം കൊണ്ടാ ഞാനിപ്പോഴും മീനായിട്ടെങ്കിലും ഇരിക്കുന്നത്. അടുത്തതിനി ആരെയാണാവോ അവൾ ഉന്നം വെച്ചിരിക്കുന്നത്. എന്നെ ഇതിന് ആരെങ്കിലും ഒന്ന് പുറത്തെടുക്ക്. സൂര്യപ്രകാശം എന്റെ മേൽ വീണാൽ എനിക്ക് എന്റെ പഴയ രൂപം തിരിച്ചു കിട്ടും. ഞാൻ എന്റെ ജീവനും കൊണ്ട് എങ്ങോട്ടേലും പോയിക്കോളാം. ഈ മരുന്ന് എവിടെ വെച്ചേക്കുന്നത്? വാങ്ങിച്ചില്ലേ? എന്ത് കഷ്ടം ഇത്. എടാ മുരളി, നിന്നോട് ഞാൻ മരുന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് വാങ്ങിയത്? എടാ, ഏത് നേരം എന്താണ് ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു 10 മിനിറ്റ് അച്ഛാ. ഞാനൊരു പ്രധാനപ്പെട്ട ആളുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അവന്റെ എന്റെ ജീവനേക്കാളും നിനക്ക് ചാറ്റിംഗ് ആണോ പ്രധാനം? ആദ്യം നീ പോയി ഞാൻ പറഞ്ഞ പണി ചെയ്യും, എന്നാലേ നിനക്ക് ഞാൻ ഫോൺ തരൂ. അച്ഛൻ മര്യാദയ്ക്ക് ഫോൺ തരുന്നുണ്ടോ? എന്താടാ വരട്ടാണോ നീ? അച്ഛാ, ഇത് വളരെ അത്യാവശ്യമായതുകൊണ്ടല്ലേ. എന്റെ ലൈഫിന്റെ കാര്യം അച്ഛാ. പ്ലീസ് അച്ഛാ, ഫോൺ ഇതാ. എന്താടാ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം? അച്ഛാ, മലേഷ്യ ഉള്ളൊരു പെണ്ണ് എന്നോട് ഡെയിലി ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവള് ദിവസം എന്നെ ഫോൺ ചെയ്ത് ഞാൻ കഴിച്ചോ എന്നാലേ അവള് കഴിക്കണമെന്ന് പറയും. ഞാൻ ഉറങ്ങിയാൽ മാത്രമേ അവള് ഉറങ്ങത്തുള്ളൂ. അച്ഛാ, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അച്ഛാ. അച്ഛനായിട്ട് എന്റെ കല്യാണം നടത്തുന്ന ഒരു വിശ്വാസം എനിക്കില്ല. ഞാനാണെങ്കിൽ കുറെ പേരെ സ്നേഹിച്ചെങ്കിലും അവരൊക്കെ കെട്ടിപ്പോവുകയും ചെയ്തു. അതാ മലേഷ്യക്കാരി പെങ്കൊച്ചിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. മലേഷ്യയിലെ പെണ്ണുങ്ങളൊന്നും നമുക്ക് സെറ്റ് ആവത്തില്ലടാ. എന്റെ അച്ഛ, അതൊക്കെ എനിക്ക് സെറ്റ് ആവുന്നേ. കൈയെടുക്കടാ. അച്ഛ, ഞാൻ ഈ പെങ്കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം സെറ്റിൽ ആവും. ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. നീ ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം. അച്ഛ, അവളൊരു മലയാളി പെൺകുട്ടി തന്നെയാ. അവളുടെ അച്ഛനാണെങ്കിൽ മലേഷ്യയിലെ വലിയൊരു കോടീശ്വരൻ. എന്താ നീ പറഞ്ഞേ? അവളൊരു മലയാളി കുട്ടിയാണെന്ന്. അതല്ല, അത് കഴിഞ്ഞിട്ട് വേറെന്തൊരു കാര്യം പറഞ്ഞല്ലോ നീ. അവളുടെ അച്ഛൻ വലിയ കോടീശ്വരൻ. നിർത്ത്. നീ എന്റെ മോൻ തന്നെയാടാ. കോടീശ്വരിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്റെ ലവ് ഞാൻ അനുവദിച്ചിരിക്കുന്നു.
താങ്ക് യു അച്ഛാ. ഞാനും ഇതുപോലെ തന്നെയായിരുന്നടാ പണ്ട് നിന്റെ അമ്മയും പ്രേമിച്ചേ. ആ. ഞാൻ പോയ അതേ പാതയിലൂടെ തന്നെയാണല്ലോടാ നീയും പോകുന്നേ. പിന്നെന്താ, ഞാനൊരു ലക്ഷാധിപതിയെ പ്രേമിച്ചു, നീ ഇതേ ഒരു കോടീശ്വരിയെ പ്രേമിക്കുന്നു. ഇന്ന് മുതൽ നമ്മളും കോടീശ്വരന്മാരാടാ. അച്ഛാ, അച്ഛാ, മരുമോള് കോടീശ്വരിയാ. എന്നാ ചാറ്റിക്കോ ചാറ്റിക്കോ, ചെല് ചെല്. അച്ഛാ, ഐ ലവ് യു. സോറിയുടെ ചക്കരെ കുറച്ച് ലേറ്റ് ആയി പോയി. സോറി 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 സോറി. അവൾ ധരിച്ചിരുന്ന വസ്ത്രം ഛേ. മറ്റു വിദ്യാലയങ്ങളിൽ അന്വേഷിക്കാം. ഇത് തന്നെയായിരുന്നു അവൾ ധരിച്ചിരുന്ന വസ്ത്രം. അതെ, അതവളാണ്. ഏയ്, എന്താ ആന്റി? ഒന്നുമില്ല മോളെ, ഞാൻ എനിക്കറിയാവുന്ന കുഞ്ഞാണെന്ന് കരുതി. നീ ഈ സ്കൂളിലാണോ പഠിക്കുന്നത്? അതെ ആന്റി. ശരി, എന്നാ മോള് പോയിക്കോ. അവൾ ഇതേ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതിനർത്ഥം അവൾ ഇതേ സ്കൂളിലാണെന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഞാൻ തീർച്ചയായും കണ്ടെത്തും. രാജശേഖര, എന്താടാ നീ തനിച്ചിരുന്ന് എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? സ്വാമി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. മാധവിയുടെ തപസ്സും നഷ്ടമായിപ്പോയി. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ രാജ? അല്ലെങ്കിലും ഞാൻ പേടിച്ചിരിക്കുക. ഇപ്പൊ എന്തിനാ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ? നന്ദിനി കാട്ടമ്മയുടെ സന്നിധിയിലേക്ക് ഒരു കാലചക്രം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാട്ടമ്മയ്ക്ക് ഇപ്പൊ ശക്തിയേറിയിട്ടുണ്ടാകും. എടാ രാജ, ഈ ഒരവസ്ഥയില് നന്ദിനി ഏത് രൂപത്തിലാണെന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ കണക്കിന് പോയ മിക്കവാറും ഞാൻ പേടിച്ച് ചത്തുപോകൂടാ. എന്റെ ആകെയുള്ള ഒരു ധൈര്യം നീയാ. ആ നീ ഇങ്ങനെ പതറിപ്പോയ ഞാൻ എന്ത് ചെയ്യൂടാ? മാധവിയെ കൊണ്ട് പോലും നന്ദിനി ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ രാജ കണ്ടുപിടിക്കുക? എടാ, നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നേ? രാജാ, എടാ രാജാ. കിച്ചു, ഫോൺ റിങ് ചെയ്യുന്നടാ. അതിനാണോ ഇങ്ങനെ പേടിക്കുന്നത്? ഫോണായിരുന്നു. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ എന്റെ പുക ഇപ്പൊ കണ്ടേനെ. ഈശ്വരാ.
ഹലോ സാറേ, സാറ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രാന്തന ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യമാണോ? അതെ സാറേ. ഇപ്പൊ അവൻ എവിടെയാ ഉള്ളേ? ഇപ്പൊ നമ്മുടെ കമ്പനി കോടോളിൽ കെട്ടിയിട്ടേക്കാണ് അവന്. എന്താ അവനെ ചെയ്യേണ്ടത് സാറേ? അവനെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അവനോട് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അവൻ അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ ദേ വരിക. എങ്കിൽ ശരി സാറേ. കിച്ചു, സുകുമാരനെ പിടിക്കാൻ നമ്മൾ ആളെ അയച്ചിരുന്നില്ലേ? അവനെ പിടിച്ച് നമ്മുടെ ഗോഡൌണിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത്രയും നാൾ അവൻ രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. ഇന്ന് അവനെ കൊണ്ട് സത്യം പറയിക്കണം. ആ കിറുക്കനിട്ട് അടിക്കുന്ന അടിയിൽ നന്ദിനി അവിടെ വരണം. അല്ലെങ്കിൽ നന്ദിനി ഏത് രൂപത്തിലാ ഉള്ളതെന്ന് അവന്റെ വായിന്ന് തന്നെ വീഴണം. എല്ലാം നമുക്ക് ഉടനെ തന്നെ അറിയാൻ കിച്ചു. നീ വാ. ഭൈരവി, വാ, ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്ക് പോകാനാ? നന്ദിനി ഏത് രൂപത്തിലാണെന്ന് അറിയാതെ നമ്മൾ ഇത്രയും നാളും വിഷമിച്ചില്ലേ? അധികം താമസിക്കാതെ നമുക്കത് അറിയാൻ പറ്റും ഭൈരവി. എന്തായി പറയുന്നേ? സുകുമാരനെ നമ്മുടെ ആളുകൾ പിടിച്ച് ഗോഡൌണിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ചോദിക്കേണ്ട രീതിയിൽ അവനോട് ചോദിച്ചാ നന്ദിനിയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും. നീയും കൂടി വന്നാ അതൊരു സഹായമായിരിക്കും ഭൈരവി. ഇയാൾ പറയുന്ന സത്യമായിരിക്കോ? ഇപ്പൊ എങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക? ഭൈരവി, എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല. ആ സുകുമാരനെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കാമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അത് ഞങ്ങൾ പറയിച്ചോളാം. നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാ മാത്രം മതി. വാ ഭൈരവി. പാപികളെ, നിങ്ങളായിരുന്നല്ലേ? സാറേ, ഒന്നും മൂളിയാ മതി. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിച്ചുതരാം. നന്ദിനി, ഈ ആവേശം കാട്ടരുത്. എനിക്കെന്ത് സംഭവിച്ചാലും സാരമില്ല. ഇവിടെ എന്ത് നടന്നാലും ശരി, നീ എനിക്ക് തന്ന സത്യത്തെ മറികടന്ന് യാതൊന്നും നീ പ്രവർത്തിച്ചുകൂടാ. ഞാൻ പറയുന്നത് അനുസരിക്കണം. അബദ്ധമൊന്നും പ്രവർത്തിക്കരുത് നീ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കോപിക്കാതിരിക്കുന്ന നന്ദിനി, നീ ഇവിടേക്ക് വരണ്ട. വരരുത്. ഇവരെന്നെ കൊല്ലാൻ പോലും വരരുത്. ഇവൻ ആരോടാണ് രാജ ഈ സംസാരിക്കുന്നത്? നീയാണ് ആത്മാർത്ഥതയുള്ളവൻ. നിനക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നന്ദിനിക്കൊന്നും സംഭവിക്കരുതെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? സുകുമാര, നന്ദിനി നിനക്ക് നിന്റെ ജീവനേക്കാൾ വലുതാണോ? നീ പേടിക്കണ്ട. നിന്നെ ഞങ്ങൾ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് നന്ദിനി ഏത് രൂപത്തിലാണെന്നും നന്ദിനി ഇപ്പൊ എവിടെയാണുള്ളതെന്നും പറഞ്ഞാ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല സുകുമാര. എന്റെ ജീവൻ പോയാലും നന്ദിനിയെ പറ്റി ഒരു വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് വീഴില്ല. നീ ആയിട്ട് പറയണ്ടാ. ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിച്ചോളാം. ഓരോ അടി ദേഹത്ത് വീഴുമ്പോഴും സത്യം നീ വിളിച്ചു പറയും. നന്ദിനിയെ പറ്റി നീ ഞങ്ങളോട് പറയില്ല അല്ലേ?
നീ സമാധാനപ്പെട്. ഇവരെന്നെ എന്തൊക്കെ ചെയ്താലും നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. മതിയടാ. സ്വാമിയേ ശരണമയ്യപ്പ. എടാ, ഉള്ള സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ കിടന്ന് അടി കൊണ്ട് ചാകാൻ പോവുക. പറയടാ. നന്ദിനി, എന്തൊക്കെ സംഭവിച്ചാലും നീ കോപത്തിന് അടിമയാകരുത്. എന്റെ ജീവൻ പോയാൽ പോലും നീ ഇവിടെ വരാതെ നോക്കണം. നന്ദിനി, ഏത് രൂപത്തിലാണ് രാജാ? ഇവനെ തല്ലി കൊന്നാ പോലും ഇവരൊന്നും പറയില്ലെന്നാ തോന്നുന്നേ. നീ എത്രയൊക്കെ ചോദിച്ചാലും എന്റെ ഉള്ളിൽ നിന്നും നന്ദിനിയെ പറ്റിയുള്ള ഒരു വിവരവും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നന്ദിനിയെ പറ്റി ഞാൻ ഒന്നും തന്നെ പറയില്ല. നിങ്ങൾ ഇപ്പോൾ എന്നെ അടിക്കുന്ന ഓരോ അടിക്കും നന്ദിനി എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും. എന്റെ നന്ദിനി നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ലടാ പാപികളെ. നീ ചത്താലും നന്ദിനിക്ക് കിട്ടുന്ന ശിക്ഷ തന്നെയത്. നിന്നെ കൊന്നാലേ ആ നന്ദിനി വരുമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തിരിക്കും. എന്നിട്ട് ഞങ്ങള് അവളുടെ കഥയും കൂടെ അങ്ങ് തീർക്കും. മതി. നീ അടിക്കുന്നതിനേക്കാൾ ഭൈരവി അടിച്ചാ അവന് വേദനിക്കും. അല്ലേ ഭൈരവി?